ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോകുന്നതിനിടയിൽ ചില വീഡിയോസ് അത് നമ്മുടെ മനസ്സിൽ അങ്ങ് ഉടക്കി പോകുമല്ലേ, നമ്മുടെ ഹൃദയത്തിൽ തൊടും. സത്യമാണ്. അത്തരമൊരു വീഡിയോയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പാനിപ്പത്തിലെ ഒരു കടയുടമ, അദ്ദേഹത്തിന് സംസാരിക്കാനാകില്ല. ആളുകളൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുമ്പോൾ അവരോട് ആരായിരിക്കും സംസാരിക്കുക? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷ മനസ്സിലാകണമല്ലോ. അങ്ങനെ സംസാരിക്കാൻ ഒരാളുണ്ട്, ഒരു കൊച്ചു മാലാഖ. അച്ഛൻ ആംഗ്യഭാഷയിലൂടെ പറയുന്ന കാര്യങ്ങൾ കടയിലെത്തുന്നവരെ അറിയിക്കുകയാണ് ആ പെൺകുട്ടി, ആ കടയുടമയുടെ മകൾ. തെരുവിൽ കച്ചവടം നടത്തുന്ന അച്ഛനും മകളും തമ്മിലുള്ള മനോഹരമായ ബന്ധം അത് കണ്ടാൽ നമ്മുടെ മനസ്സിനെ അങ്ങ് തൊട്ടുപോകും. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അർജുനെ, ഈ പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൽ തൊടുന്നൊരു കാഴ്ച തന്നെയാണല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക? ആ അച്ഛന്റെ ശബ്ദമായി മാറുകയാണ് ആ മകളല്ലേ. ഏതൊരു ഘട്ടത്തിലാണെങ്കിലും മാതാപിതാക്കൾക്ക് കൈത്താങ്ങാകേണ്ടത് അത് ആ മക്കൾ തന്നെയാണ്. അങ്ങനെ ഒരു വലിയ സന്ദേശവും കൂടി നൽകുന്നുണ്ട്. ശരിക്കും നേരിട്ടൊന്ന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ വീണ്ടും അവിടെ നിന്ന് വാങ്ങാൻ തോന്നും. കൊച്ചു കുട്ടിയാണ്, അവൾ എത്രത്തോളം താങ്ങാങ്ങുന്നുണ്ട് ആ മനുഷ്യനല്ലേ. കച്ചവടത്തിന് ഭാഷയും സംസാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സംസാരശേഷി ഇല്ലാത്തത് ഒരിക്കലും ആ അച്ഛന് തടസ്സമാവുന്നില്ല, അവരുടെ ഉപജീവനത്തിന് അത് തടസ്സമാകുന്നില്ല. ആ അച്ഛന് കൂട്ടായി എപ്പോഴും ആ മോളുണ്ട്. പാനിപ്പത്തിലെ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ആ കൊച്ചു കടയുള്ളത്. ആ കട നടത്തിക്കൊണ്ടുപോകുന്ന ആ അച്ഛന് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും എല്ലാം കൃത്യമായി മകളോട് ആംഗ്യഭാഷയിൽ കാണിച്ചു കൊടുക്കും. ആ മകൾക്ക് നന്നായിട്ട് അച്ഛൻ്റെ ആംഗ്യഭാഷ അറിയാം. അതുകൊണ്ട് വരുന്ന ആളുകളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ ആ മകൾക്ക് കഴിയും. വലിയെ സംബന്ധിച്ചാണെങ്കിലും അതല്ല മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ആദ്യം അച്ഛൻ മകളെ കാര്യങ്ങൾ ആംഗ്യഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരോട് ആ മകൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാവുന്നു. ചില സാധനങ്ങൾ തിരിച്ചും അതേ രീതിയിൽ തന്നെ, അതായത് ആംഗ്യഭാഷയിൽ അച്ഛനോടും ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ കാണാം. അതിൽ ഒരു കച്ചവടമായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബാർഗെയിനിങ് എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്, വിലപേശലെല്ലാം നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ വിഷമം തോന്നുമെങ്കിലും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ വരുന്നവർ വിലപേശും. അതുപോലും കൃത്യമായിട്ടുള്ള ഇടപെടലാണ് ആ അച്ഛനും മകളും തമ്മിൽ ഉണ്ടാകുന്നത്. വളരെ മികച്ച, വളരെ സ്നേഹം തോന്നുന്ന, വളരെ ഇഷ്ടം തോന്നുന്ന, കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ണ് നിറഞ്ഞു പോകുന്ന ദൃശ്യമാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ബോണ്ടിങ്ങും. വളരെ കൃത്യമായി അച്ഛനും മകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആംഗ്യഭാഷയിലൂടെ. അത് ആ മകൾ വാങ്ങാൻ വരുന്നവരോടും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്. എന്തായാലും ഭാഷ, സംസാരശേഷി അതൊന്നും ആ രണ്ടു പേർക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിനിടയിൽ തടസ്സമാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ദൃശ്യം പകർത്തിയ ആൾ അത് പങ്കുവെച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാണ്. ആ ഭാഗത്തേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ അവിടെ വരൂ, സാധനങ്ങൾ വാങ്ങൂ, അതവർക്ക് വലിയൊരു സഹായമാകും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ആളുകളുടെ പ്രശംസയും എല്ലാം തന്നെ ഏറ്റുവാങ്ങുന്നുമുണ്ട്. തീർച്ചയായും, ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും അത് കണ്ടിരുന്നു പോകും. അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലൂടെ പല ചിന്തകളും പോകും. ആ ഒരു കുടുംബത്തിന് ആ കൊച്ചുകുട്ടി നൽകുന്ന ഊർജം എത്രത്തോളം വലുതാണ് എന്നാണ് ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്. കാരണം കച്ചവടമാണ്, അതിലൂടെയാണ് അവർ ജീവിക്കുന്നത്. നമ്മൾക്കിനി ഇത് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തില്ല. കാരണം അവിടെ അച്ഛന്റെ ശബ്ദമാകാനായിട്ട് ഒരു മകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയ്ക്കൊരു ഊർജമാണ് ആ ഒരു കൊച്ചു പെൺകുട്ടി നൽകുന്നത് നമുക്കുമല്ലേ. അർജുനാണ് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത്.